കുറച്ചുപേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അമേരിക്കയെ എതിർത്ത് റഷ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അമേരിക്ക എല്ലാവർക്കും നല്ലത് മാത്രമാണ് ചെയ്യുന്നത് എന്ന്. ഇതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ വിദ്യാഭ്യാസവും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വരെ അമേരിക്കയ്ക്ക് അനുകൂലമായ വാർത്തകൾ മാത്രമാണ് കൂടുതലായും ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണോ എന്തോ എല്ലാവരും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ പ്രധാന കാരണം അമേരിക്കയായിരിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ രണ്ട് രാജ്യം യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അമേരിക്ക തന്നെയായിരിക്കും. അവസാനമായി ഇറാൻ ഇറാഖിൽ മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിനെതിരെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറാഖും അവരുടെ അംബാസഡേഴ്സിനെ ഇറാനിൽ നിന്നും ഇറാഖിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ദാവൂസിൽ വെച്ച് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. പല രാജ്യത്തിലുള്ള നേതാക്കൾ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുമുണ്ടായിരുന്നു. ഈ സമയത്ത് ഇറാഖിന്റെ പ്രൈം മിനിസ്റ്ററിനെ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇറാഖിൽ ഇറാൻ ആക്രമണം നടത്തിയത് ഒട്ടും ശരിയായില്ല, ഇതിന്റെ തിരിച്ചടി തീർച്ചയായും കൊടുക്കണം, അതിന്റെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇറാൻ ഇറാഖിൽ മാത്രമല്ലല്ലോ, പാകിസ്ഥാനിലും ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സോ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിന്റെ അടുത്തും ഇതേ രീതിയിൽ തന്നെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. സോ അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യുദ്ധ സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ അത് തവിടുപൊടിയാക്കുന്നത് റഷ്യയാണ്. അതുകൊണ്ടാണോ എന്തോ നമ്മുടെ സപ്പോർട്ടെല്ലാം റഷ്യക്കാണ്. റഷ്യ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്തു? അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തെ എതിർത്ത് എങ്ങനെ റഷ്യ അവരുടെ പഴയ വെപ്പൺസ് ഈ ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്നു? ഇനി അതോ പുതിയ മിസൈലുകളും പുതിയ വെപ്പൺസുമാണോ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇറാൻ ഇറാഖിൽ ആക്രമണം നടത്തി, കൂടാതെ ഇറാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തി. ഇതിലൊക്കെ അമേരിക്കയുടെ പ്രവർത്തനം എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതാണ് ഇൻട്രോയിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ അടുത്തതായി എന്താണ് നോക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, റഷ്യയുടെ ഒരു മിസൈൽ ഉക്രൈനിൽ വന്ന് വീഴുന്നു. ഉക്രൈൻ അത് ന്യൂട്രലൈസ് ചെയ്തു. എങ്കിലും അതിന്റെ ഡെബ്രിസ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ പുറത്തു വന്നു. ആ ഒരു വിവരം മറ്റൊന്നുമല്ല, റഷ്യ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു മിസൈൽ പഴയ ആയുധമാണ്. ഏകദേശം 4 ടൺ ഭാരമുള്ള പഴയ ആയുധം. ക്രീമിയയിൽ നിന്നുമായിരിക്കും ഈ ഒരു മിസൈൽ വിക്ഷേപിച്ചത് എന്നും പറയുന്നുണ്ട്. പഴയ ആയുധം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അന്വേഷണം നേരെ ആ ആയുധത്തിലേക്ക്, മിസൈലിലേക്ക് മാറി. ആ മിസൈലിന്റെ പേര് P-35. ഈ ഒരു മിസൈൽ എന്നത് ആന്റിഷിപ്പ് മിസൈലായിട്ടാണ് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചിരുന്നത്. ഇതിന്റെ നീളം മാത്രം ഏകദേശം 10 മീറ്റർ വരും. ഇതിൽ നോർമൽ വാർഹെഡ് ആണെങ്കിൽ വാർഹെഡ് മാത്രം 560 കിലോഗ്രാം മുതൽ 960 കിലോഗ്രാം വരെ ഭാരം ക്യാരി ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ ഒരു മിസൈൽ എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചു? ഒരു ഘട്ടത്തിൽ ഈ മിസൈൽ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ഈ മിസൈൽ വന്ന് പതിക്കുന്ന സ്ഥലം നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടാക്കുമെന്ന് മറ്റ് രാജ്യങ്ങളോട് പറഞ്ഞ് ഭയപ്പെടുത്തി. അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു മിസൈലാണ് P-35. 1950 നിർമ്മിച്ച ഈ ഒരു മിസൈൽ 1962 റഷ്യൻ സൈനികത്തിൽ അംഗമാകുന്നത്. 1962 മുതൽ റഷ്യൻ സൈന്യം ഈ മിസൈൽ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഈ മിസൈൽ 2024 റഷ്യ ഉപയോഗിക്കുന്നു എന്നതാണ് ആ ഷോക്കിംഗ് ഇൻഫർമേഷൻ. ഈ മിസൈൽ റെഡ് കോസ്റ്റൽ മിസൈൽ കോംപ്ലക്സിൽ നിന്നും വിക്ഷേപിച്ചിട്ടുണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇത് ക്രീമിയയിലുള്ള ഒരു സ്ഥലമാണ്. സോവിയറ്റ് യൂണിയൻ ഒന്നായിരുന്ന കാലത്ത് നിർമ്മിച്ച ക്രീമിയയിൽ നിർമ്മിച്ചതാണ് ഈ റെഡ് കോസ്റ്റൽ മിസൈൽ കോംപ്ലക്സ്. ഇത് നിർമ്മിച്ചത് മാത്രമല്ല 8 സെറ്റ് ചെയ്ത് വെച്ചു. ഒരേ സമയത്ത് ഇതുപോലെയുള്ള 8 മിസൈലുകൾ റഷ്യക്ക് വിക്ഷേപിക്കാൻ പറ്റും. 2014 ക്രീമിയയെ വീണ്ടും റഷ്യ തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ റെഡ് കോസ്റ്റൽ മിസൈൽ കോംപ്ലക്സ് എന്നത് വീണ്ടും എൻഹാൻസ് ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ വീണ്ടും ഈ P-35 മിസൈൽ ഉപയോഗിക്കാം, പക്ഷെ കുറച്ച് മോഡിഫൈ ചെയ്യേണ്ടി വരുമെന്ന് റഷ്യ തീരുമാനിക്കുന്നു. റെഡ് കോസ്റ്റൽ മിസൈൽ കോംപ്ലക്സ് മാത്രമല്ല, യൂത്ത് സ്റ്റേഷനറി കോംപ്ലക്സ് മുഖേനയും ഈ മിസൈൽ വിക്ഷേപിക്കാം. അതിനെ ഒബ്ജക്ട് 100 എന്ന് വിളിക്കുന്നു. സോ ഒബ്ജക്ട് 100 എന്ന കോംപ്ലക്സ് വഴിയും ഈ മിസൈൽ വിക്ഷേപിക്കാൻ പറ്റും. സോ ഒബ്ജക്ട് 100 എന്ന ഈ ഒരു കോംപ്ലക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരിട്ട് ഈ മിസൈലിനെ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറിനെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അസാധ്യമാണ്. കാരണം മുഴുവനായും അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ്. സോ എപ്പോൾ റഷ്യക്ക് അത്യാവശ്യമായ ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലിരിക്കുന്ന 4 ടൺ ഭാരമുള്ള ഈ മിസൈൽ മുകളിലേക്ക് വരും. അതിനുശേഷം ശത്രു രാജ്യത്തേക്ക് പായും. ഇതാണ് റഷ്യയുടെ കണക്ക്.
സോ എപ്പോൾ വീണ്ടും ഉക്രൈനെ പിടിച്ചെടുക്കുന്നോ ആ സമയത്ത് ഇറഡഡ് കോസ്റ്റൽ മിസൈൽ കോംപ്ലക്സിൽ ഓനിക്സ് സിർക്കോൺ മിസൈൽ ലോഞ്ചർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മാത്രമല്ല പ്രോജക്ട് 58 മിസൈൽ ക്രൂയിസറും അവിടെ നിന്നും മാറ്റി. സോ പ്രോജക്ട് 58 മിസൈൽ ക്രൂയിസർ വെച്ചാണ് P-35 മിസൈൽസ് വിക്ഷേപിച്ചിരുന്നത്. സോ അതിനുവേണ്ടി പുതിയ അതിനവീന ലോഞ്ചർ കൊണ്ടുവന്ന് ഈ പ്രോജക്ട് 58 എന്ന ഈ ഒരു ലോഞ്ചർ പുറത്തെടുത്തു. ലേറ്റസ്റ്റ് ആയി P-35 മിസൈല് മോഡറൈസ് ചെയ്തത് 1982 അതിനുശേഷം 3M44 എന്ന പേരിട്ടു. ഈ 3M44 എന്ന ഈ ഒരു മിസൈലിന്റെ റേഞ്ച് ഏകദേശം 400 കിലോമീറ്റർ ആണ്. ഈ മിസൈലിന് 1800 കിലോമീറ്റർ മുതൽ 2200 കിലോമീറ്റർ കവർ ചെയ്യാവുന്ന സ്പീഡിൽ ഈ മിസൈലിന് പറക്കാൻ പറ്റും. KRD-26 ടർബോ എഞ്ചിനാണ് ഈ ഒരു മിസൈലിൽ ഉപയോഗിച്ചിരുന്നത്. സോ ഈ മിസൈൽ ഒരു സ്ഥലത്ത് പോയി പൊട്ടിത്തെറിച്ചാൽ TNT ഈക്വലന്റ് ന്യൂക്ലിയർ വാർഹെഡ് അപ് ടു 20 കിലോടൺ ഈൽഡ് കൊടുക്കുമെന്ന് റഷ്യയ്ക്കും അറിയാം. ഇങ്ങനെയുള്ള ഈ ഒരു മിസൈലാണ് റഷ്യ ഉക്രൈനെതിരെ വിക്ഷേപിച്ചിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിരിക്കുകയാണ്. കാരണം ഇത്രയ്ക്കും പഴയ ഒരു ആയുധത്തെ അവരുടെ സ്റ്റോക്ക് പിൽസിൽ വെച്ച് അവർ ഇപ്പോഴും റഷ്യ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഷോക്കിംഗ് ന്യൂസ്. ഇവിടെ കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ വൺസ് എ സ്പൈ ഓൾവേസ് ബി എ സ്പൈ എന്നതാണ്. അവരുടെ സ്റ്റോക്ക് പിൽസിലെ റഷ്യ അവരുടെ സ്റ്റോക്ക് പിൽസിലെ പഴയ ആയുധങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക എന്നതാണ് അവരുടെ പ്രാഥമിക ചുമതല. അതും ഈ ഒരു സമയത്ത് ഉക്രൈനിൽ അവർ ആക്രമണം നടത്തുന്നത് വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ മാത്രമാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന കാരണവും അവരുടെ സ്റ്റോക്ക് പിൽസ് ക്ലിയർ ചെയ്യുക എന്നതാണ്. ശത്രു രാജ്യത്തിന് ആക്രമണം നടത്താൻ മിസൈലുകളൊന്നും ഇല്ല എന്ന സാഹചര്യം വരുമ്പോൾ റഷ്യ അവരുടെ പക്കലുള്ള മോഡേണൈസ്ഡ് ആയിട്ടുള്ള പല വെപ്പൺസും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പല വെപ്പൺസും മിസൈലുകളും ഉപയോഗിക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടായിരിക്കാം അപ് ടു ഡേറ്റ് മിസൈലുകൾ ഒന്നും തന്നെ ഇപ്പോൾ റഷ്യ അധികമായി ഉപയോഗിക്കാത്തത്. അധികമായി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ മാസത്തിൽ 1-2 മാത്രമാണ് റഷ്യ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വിട്ടത് തന്നെ ഉക്രൈന്റെയും അമേരിക്കയുടെയും ചില കമ്പനികളാണ്. ഈ കമ്പനികൾ സാധാരണ കമ്പനികളല്ല. യുദ്ധസംബന്ധമായ കാര്യങ്ങൾ അതിന്റെ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്ത് അതൊരു കേസ് സ്റ്റഡി ചെയ്ത് പുറം ലോകത്ത് അറിയിക്കുന്ന കമ്പനികളാണിവ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡേറ്റയൊക്കെ ഒഫീഷ്യലായി പുറത്തു വരില്ല, പക്ഷേ അൺഒഫീഷ്യലായി ചില സൈറ്റുകളിലൂടെ മാത്രം പുറത്തു വരും. ദ സ്റ്റാൻഫോർഡ് ഇന്റർനാഷണൽ സാങ്ഷൻസ് ഗ്രൂപ്പ് ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റഷ്യ എന്തൊക്കെ വെപ്പൺസ് ഉപയോഗിക്കുന്നു, അതിൽ എന്തൊക്കെ തരം കമ്പോണൻസ് ഉണ്ട്, അത് റഷ്യ നിർമ്മിച്ചതാണോ അതോ പാശ്ചാത്യ രാജ്യങ്ങൾ നിർമ്മിച്ചതാണോ, ഒരു റിസർച്ച് നടത്തുന്നു. ഏകദേശം 2800 പാർട്സ് ഓഫ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ഇതാണ് അവരുടെ ഗവേഷണത്തിനായി അവർ ഉപയോഗിച്ചത്. എന്തുകൊണ്ടായിരിക്കും ഇതുവർ ഗവേഷണം ചെയ്യുന്നത്? ഇനി റഷ്യക്ക് മുൻപോട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? റഷ്യക്ക് മറ്റേതെങ്കിലും രാജ്യം സഹായിക്കുന്നുണ്ടോ? റഷ്യ ഉപയോഗിക്കുന്ന ഈ ആയുധങ്ങളെല്ലാം ആരുടെ പക്കൽ നിന്നും വാങ്ങിച്ചതാണ്? ഇതൊക്കെ അറിയാനാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഫോർഡ് ഇന്റർനാഷണൽ സാങ്ഷൻ ഗ്രൂപ്പ് ഇതിൽ ജോലി ചെയ്തിരുന്നവരെല്ലാം ഉക്രൈനിൽ നിന്നുമാണ്. ഉക്രൈനിലുള്ളവർ കുറച്ചുപേർ പഠിക്കാനായി വന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്നും കുറച്ചുപേർ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം റഷ്യ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിലെ 4% കമ്പോണൻസ് മാത്രമാണ് ചൈനീസിൻ്റെത് വരുന്നത്. ബാക്കിയെല്ലാം 95% യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും അവർക്ക് സുഹൃത്ത് രാജ്യങ്ങളുണ്ടല്ലോ അവരുടെയും പ്രൊഡക്ഷൻസ് ആണ്. സോ ഈ ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ പുറത്ത് വന്ന ഉടൻ തന്നെ അവർക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. സോ വീണ്ടും കേസ് സ്റ്റഡി ചെയ്യുന്നു. എന്തുകൊണ്ട് വീണ്ടും കേസ് സ്റ്റഡി ചെയ്യണം? കാരണം 2022 ആയപ്പോൾ തന്നെ റഷ്യക്കെതിരെ ഒട്ടുമൊത്ത സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ തന്നെ അമേരിക്ക എന്താണ് പറഞ്ഞത്? ഇനി റഷ്യക്ക് സൈനികപരമായി ആരും സഹായം ചെയ്യാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്താൽ അവർക്കെതിരെയും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 2023 ഇങ്ങനെയൊരു റിസർച്ച് നടത്തുന്നത്. എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത് എന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കീവ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് KSE ആ ഒരു കോളേജിലുള്ളവരും ഈ ഒരു റിസർച്ചിൽ ഇൻവോൾവ് ആയിരുന്നു എന്നത് അധികമായ വിവരം. അങ്ങനെ 2023 ആദ്യത്തെ 10 മാസം കണക്കെടുത്തു. അങ്ങനെ എടുക്കുമ്പോഴുള്ള ക്രിട്ടിക്കൽ കമ്പോണന്റ്, അതായത് ആ കമ്പോണന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ മിസൈൽ പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കമ്പോണന്റ് 2.9 ബില്യൺ അമേരിക്കൻ ഡോളർ അളവിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് വിൽപ്പന നടത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, റഷ്യ ഉപയോഗിക്കുന്ന മിസൈലിലെ 95% കമ്പോണൻസും പാശ്ചാത്യ രാജ്യങ്ങൾ കൊടുത്തതാണ്. അതിൽ 72% അമേരിക്കൻ നിർമ്മിതമാണെന്നും അമേരിക്കൻ കമ്പനി നിർമ്മിച്ച് റഷ്യക്ക് കൊടുത്തതാണെന്നുള്ളതാണ് ഇതിലെ സ്പെഷ്യാലിറ്റി. അതായത് 2022 എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധവും റഷ്യക്കെതിരെ ഏർപ്പെടുത്തി കഴിഞ്ഞു. 2023 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള ആദ്യത്തെ 10 മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ 72% റഷ്യ ഉപയോഗിക്കുന്ന മിസൈലിലെ 72% കമ്പോണൻസും അമേരിക്കൻ നിർമ്മിതമാണ്. ഒന്നുകൂടി ഡീപ്പായിട്ട് നോക്കാം.
2023 ജനുവരി മുതൽ ഒക്ടോബർ വരെ 2.7 ബില്യൺ അമേരിക്കൻ ഡോളറിന് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് റഷ്യ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2.7 ബില്യൺ അമേരിക്കൻ ഡോളറിന് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുമ്പോൾ റഷ്യ ഇമ്പോർട്ട് ചെയ്ത എക്യുപ്മെന്റ്സ് 31%, സെമി കണ്ടക്ടർ 23%, അതർ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ അത് 20%, കമ്പ്യൂട്ടർ പാർട്സ് 16%. ഇതാണ് 2.7 ബില്യൺ അമേരിക്കൻ ഡോളറിന് റഷ്യ വാങ്ങിയത്. ഇതിൽ 95% പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ഓട്ടോമേറ്റീവ് പാർട്സ് 5.6 ബില്യൺ അമേരിക്കൻ ഡോളറിന് വാങ്ങിയിരിക്കുന്നു. അതർ ഇലക്ട്രോണിക്സ് 5.4 ബില്യൺ അമേരിക്കൻ ഡോളറിന് വാങ്ങിച്ചിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് 3.4 ബില്യൺ ഡോളറിന് വാങ്ങിച്ചു. കമ്പ്യൂട്ടർ പാർട്സ് 3 ബില്യൺ ഡോളറിന് വാങ്ങിച്ചു. സെമി കണ്ടക്ടേഴ്സ്, ബിയറിംഗ്സ് ആൻഡ് ട്രാൻസ്മിഷൻ ഷാഫ്റ്റ്സ് അതും ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. സോ 95% പാശ്ചാത്യ രാജ്യങ്ങൾ, ഇതിന്റെ ഈ പറഞ്ഞ കണക്കിന്റെ 95% പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം നടക്കുന്നതിന് റഷ്യക്ക് ആദരവായിരിക്കുന്നത് ആരാണ്? ലോകരാജ്യങ്ങൾ പുറത്തുവിടുന്ന വാർത്ത എന്ത്? ഇത് സത്യമാണോ കള്ളമാണോ? ഇങ്ങനെ നിരവധി കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഇതിന്റെ പ്രൂഫിനായി അതിന് ഡീറ്റെയിൽഡ് ഡേറ്റ അടങ്ങുന്ന ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരേ രീതിയിൽ വീക്ഷിക്കുമ്പോൾ അമേരിക്ക നല്ലതായി തോന്നും, റഷ്യ മോശമായി തോന്നും. പക്ഷെ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ എല്ലാവരും മോശപ്പെട്ടവർ തന്നെയാണ്. ഓരോരുത്തരും അവരുടെ രാജ്യം സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാ രാജ്യത്തെയും തകർക്കാൻ മറ്റൊരു രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ ഇമേജ് തകരണം, മൾട്ടിപോളർ വേൾഡ് രൂപം കൊള്ളണം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.